ഹായ് NextinWeb മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായി കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇനി മുതൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. Moto G7 പിന്നെ Motorola One എന്നീ രണ്ട് സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. Moto G7 ലോഞ്ച് കമ്പനി സൂചിപ്പിച്ചിരുന്നുവെങ്കിലും Motorola One ഒരു സർപ്രൈസ് ആണ് ലോഞ്ച് ചെയ്തത്. ഡ്യുവൽ റിയർ ക്യാമറ സെറ്റപ്പ് പിന്നെ 4GB RAM എന്നിവ രണ്ട് സ്മാർട്ട് ഫോണുകൾക്കുമുണ്ട്. പക്ഷേ പ്രോസസ്സർ പിന്നെ ഡിസൈൻ എന്നിവ വ്യത്യസ്തമാണ്. ഈ വീഡിയോയിൽ Motorola One കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. Motorola Oneന്റെ വില 13,999 രൂപയാണ്. ക്ലിയർ വൈറ്റ് പിന്നെ സെറാമിക് ബ്ലാക്ക് എന്നീ കളർ ഓപ്ഷൻസിൽ ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. മോട്ടോ ഹബ് സ്റ്റോഴ്സ് മറ്റു റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് എന്നിവ വഴി ഈ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലഭ്യമാണ്. ഫ്ലിപ്കാർട്ട് വഴി ലഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും വെബ്സൈറ്റിൽ ഇതുവരെ ഈ സ്മാർട്ട് ഫോൺ ലിസ്റ്റഡ് ആയിട്ടില്ല. ലോഞ്ച് ഓഫറായി 2200 രൂപയുടെ ജിയോ ക്യാഷ് ബാക്ക് ഓഫറുണ്ട്. പക്ഷേ ഇത് 198 പിന്നെ 299 രൂപയുടെ ജിയോ റീചാർജ് പ്ലാൻസിൽ മാത്രമായിരിക്കും ലഭിക്കുക. Motorola Oneന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Motorola Oneലുള്ളത് Qualcomm Snapdragon 625 SoC ആണ്. Adreno 506 GPU ആണ് ഗ്രാഫിക്സ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ളത്. 4GB RAM ഉണ്ട്. 5.9 ഇഞ്ചിൻ്റെ HD+ മാക്സ് വിഷൻ LCD ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. 19:9 ആസ്പെക്ട് റേഷ്യോയുള്ള ഈ ഡിസ്പ്ലേയുടെ പിക്സൽ ഡെൻസിറ്റി 257 ppi ആണ്. ഈ ഡിസ്പ്ലേക്ക് 2.5D കോർണിംഗ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനുമുണ്ട്. 64GB ഇന്റർണൽ സ്റ്റോറേജ് മതിയാവില്ല എങ്കിൽ ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഉപയോഗിച്ച് 256GB വരെ കപ്പാസിറ്റിയുള്ള മൈക്രോ SD കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കും. Motorola Oneൽ ഡ്യുവൽ റിയർ ക്യാമറ സെറ്റപ്പാണുള്ളത്. ഇതിൽ f2.0 അപ്പേച്ചറുള്ള 13 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും f2.4 അപ്പേച്ചറുള്ള ഒരു 2 മെഗാപിക്സൽ സെക്കൻഡറി ഡെപ്ത് സെൻസറുമാണുള്ളത്. ഫ്രണ്ട് ക്യാമറയായി f2.2 അപ്പേച്ചറുള്ള 8 മെഗാപിക്സലിൻ്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിനിമാഗ്രാഫ്സ്, പോർട്രേറ്റ് മോഡ്, സ്പോർട്ട് കളർ, പാനോറമ, മാനുവൽ മോഡ്, ഗൂഗിൾ ലെൻസ് ഇൻ്റഗ്രേഷൻ, ബാർകോഡ് ആൻഡ് QR കോഡ് സ്കാനർ എന്നിവയാണ് പുറകിലെ ക്യാമറയുടെ പ്രത്യേകതകൾ. 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ അൾട്രാ HD വീഡിയോ, 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഫുൾ HD വീഡിയോ എന്നിവ റെക്കോർഡ് ചെയ്യാൻ പുറകിലെ ക്യാമറയ്ക്ക് സാധിക്കും. ഫ്രണ്ട് ക്യാമറയ്ക്ക് 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഫുൾ HD വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഒരു ഡ്യുവൽ നാനോ സിം സ്മാർട്ട് ഫോണാണ്. ഇതിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് 8.1 ഓറിയോ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ്രോയിഡ് 9 Pie അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. 3000 mAh ബാറ്ററിയുള്ള ഈ സ്മാർട്ട് ഫോണിന് 15 വാട്ട് ടർബോ പവർ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുണ്ട്. 20 മിനിറ്റ് കൊണ്ട് 6 മണിക്കൂർ വരെ ഫോൺ ഉപയോഗിക്കാനുള്ള ചാർജ് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 7.97 mm തിക്നെസ് ഉള്ള ഈ സ്മാർട്ട് ഫോണിന്റെ ഭാരം 162 ഗ്രാംസ് ആണ്. 4G VoLTE, 5 GHz Wi-Fi, Bluetooth 4.2, NFC, GPS, USB Type-C, 3.5mm ഹെഡ്ഫോൺ ജാക്ക് എന്നിവയാണ് പ്രധാന കണക്ടിവിറ്റി ഓപ്ഷൻസ്. പുറകുള്ള ഫിംഗർ പ്രിന്റ് സെൻസർ കൂടാതെ പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലറോമീറ്റർ, ആംബിയൻ ലൈറ്റ് സെൻസർ, മാഗ്നെറ്റോമീറ്റർ, ജിറോസ്കോപ്പ് എന്നീ സെൻസറുകളുമുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ടെങ്കിലും ഫേസ് അൺലോക്ക് ഫീച്ചർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 2 മൈക്രോഫോൺസ് ആണ് ഈ സ്മാർട്ട് ഫോണിലുള്ളത്. P2i വാട്ടർ റെപ്പലന്റ് കോട്ടിംഗ് ഉള്ളത് അത്യാവശ്യം ലിക്വിഡ് സ്പ്ലാഷസിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകും. Motorola One ഒരു ആൻഡ്രോയിഡ് 1 സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കും. ഗ്ലോബലി Motorola One പവറിന്റെ കൂടെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോഴാണ് ഇന്ത്യയിലെത്തിയത്. Redmi Note 7 സ്മാർട്ട് ഫോണുകളുടേതുപോലെ ഗ്ലാസ് ബാക്ക് ഡിസൈനാണ് ഇതിനുള്ളത്. പ്ലാസ്റ്റിക് ഫ്രെയിമും. 14,000 രൂപയ്ക്ക് ഇതിലും മികച്ച സ്മാർട്ട് ഫോണുകൾ വേറെയുണ്ട്. അതിലൊരെണ്ണം വാങ്ങുന്നതായിരിക്കും നല്ലത്. Redmi Note 7 Pro ആയിരിക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും മികച്ചത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ശുഭദിനം ആശംസിക്കുന്നു.